السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതും പറയുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ സർവ്വകാര്യങ്ങളും സർവ്വകാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ നൽകിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂലോകത്തേക്ക് അയച്ചത്. അത് വിശുദ്ധ ഖുർആനിന്റെ ആയവും ആശയവും ഘടനയും മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ആ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയൊരു അധ്യായമാണ് സൂറത്തുൽ കൗസർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയേ, നാം അങ്ങേക്ക് കൗസറിനെ നൽകിയില്ല നബിയേ. എന്താണ് കൗസർ? തഫ്സീറിന്റെ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ അതിനെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ഹിജ്റ 450 വഫാത്തായ അബൂ ഹസൻ അലിയിൽ മാവർദി തന്റെ അന്നുഖത്ത് വൽ ഉയൂൻ എന്നുള്ള കിതാബിൽ പറയുന്നത് 9 അഭിപ്രായത്തെ പറയുന്നുണ്ട്. നബിയേ, അങ്ങേക്ക് ഹൗളിനെ നൽകിയില്ല നബിയേ. പാലിനേക്കാൾ നിറവും കസ്തൂരിയേക്കാൾ സുഗന്ധവുമുള്ള നാളെ സ്വർഗത്തിലൂടെ ഒഴുകുന്ന പുഴയെ നൽകിയില്ല നബിയേ. നബിയേ, അങ്ങേക്ക് ഖുർആനിനെ നൽകിയില്ല നബിയേ. അങ്ങേക്ക് ഇസ്ലാമിനെ നൽകിയില്ല നബിയേ. അങ്ങനെ തുടങ്ങി ഒരുപാട് ആശയങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. ബഹ്റുൽ മുഹീത്തിൽ അബൂ ഹയ്യാൻ തങ്ങൾ പറയുന്നത് കാണാം, ഖൈറുൻ കസീർ നൽകിയില്ലേ, സർവ്വ അനുഗ്രഹങ്ങളും അങ്ങേക്കല്ലേ നബിയെ നൽകിയത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബിനോട് പറയുകയാണ്, ഫസല്ലി ലിറബ്ബിക വൻഹർ. അങ്ങയുടെ റബ്ബിലേക്ക് നിസ്കരിക്കുക, അങ്ങയുടെ റബ്ബിലേക്ക് ബലി അർപ്പിക്കുക. അതാ എന്താണ് പറയുന്നത്? അല്ലാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങൾക്ക് ശുക്റായിട്ട്, നന്ദിയായിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് നിസ്കരിക്കുവാൻ പറയുകയാണ്. ആരാണ് അല്ലാഹുവിന്റെ ഹബീബ്? ഒരു തെറ്റ് പോലും വരാത്ത, ഒരു തെറ്റും വരില്ലെന്ന് ഉറപ്പുള്ള അല്ലാഹുവിന്റെ ഹബീബ്, ദിനേന ഇസ്തിഗ്ഫാറുകളും തഹ്ലീലുകളും അധികരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബ്. അങ്ങനത്തെ ഹബീബിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ. ആ സല്ലി എന്ന് പറയുന്ന, നിസ്കരിക്കുക എന്ന് പറയുന്ന അതിന്റെ തഫ്സീറിൽ കാണാം, അതിൽ ശാരീരികമായിട്ടുള്ള എല്ലാ ഇബാദത്തുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. വൻഹർ എന്ന് പറയുന്നതിൽ മാലിയായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ആരാധനകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. തഫ്സീറുകൾ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. നബിയെ, അങ്ങേ കളിയാക്കിയില്ലേ, അവനെ തന്നെയാണ് അബ്തർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇറങ്ങുകയാണ്. ആസുബിന് വായിലതാ കഅബയെ ലക്ഷ്യം വെച്ച് പോകുന്നു. കഅബക്കുള്ളിൽ ബിംബങ്ങളുള്ള കാലമാണ്. കഅബയുടെ ചുറ്റിലും ബിംബാരാധനകൾ നടക്കുന്ന കാലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിൽ നിറങ്ങുന്ന സമയം. എല്ലാ ആളുകളും അല്ലാഹു ഹബീബിനെ അങ്ങ്
ഹബീബിനെ അങ്ങ് ഇല്ലാതെയാക്കുന്ന അതാ സംസാരം നിർത്തുന്ന ഹബീബിനെ അങ്ങ് പരിഹസിക്കുന്ന കാലം, ആ നേരത്തെ ആസ് ബിൻ വാഇലദാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാധാരണ പറയുന്ന കുശലാന്വേഷണങ്ങളെല്ലാം പറഞ്ഞു ഉള്ളിലേക്ക് കടന്നപ്പോൾ അതാ അവിടെ കാണുന്നത് അവിടുത്തെ രാജതമ്പ്രാക്കന്മാരതാ അത് കാണുകയാണ്. അവര് ചോദിച്ചു, ആരേറ്റിനാണോ സംസാരിച്ചിരുന്നത്? ആ നേരത്ത് ആസ് ബിൻ വാഇൽ പറഞ്ഞു, അലിക്കൽ അബ്തർ, അത് അബ്തറല്ലേ, ഞാൻ അതിനോടാണ് അബ്തറിനോടാണ് സംസാരിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുകയാണ്. ഈ അബ്തർ എന്ന് പറഞ്ഞാൽ വാലറ്റവൻ എന്നാണ് അർത്ഥം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ മകൻ വഫാത്തായ സമയം കൂടിയാണത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അതാ ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന് അങ്ങ് വിഷമമായി. ആ വിഷമം അങ്ങ് കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആ സൂറത്താണിത്. അല്ലാഹു തആല പറയുകയാണ്, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയേ അങ്ങ് വിഷമിക്കണ്ട, അങ്ങേക്ക് നമ്മൾ സർവ്വ അനുഗ്രഹങ്ങളെയും നൽകിയില്ല നബിയേ. റാസി ഇമാം പറയുന്നു, അങ്ങേക്ക് അഹ്ലു ബൈത്തിനെ നൽകിയില്ല നബിയേ. എന്നിട്ട് പറയുകയാ, ഫസല്ലി ലിറബ്ബിക വൻഹർ, അങ്ങയുടെ റബ്ബിലേക്ക് നിസ്കാരത്തിലും ആരാധനയിലുമായി തുടർന്നോളൂ. അവരുടെ ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ കാര്യമാക്കണ്ട നബിയേ. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, അങ്ങയെ കളിയാക്കിയല്ലേ അവനാണ് അബ്തർ. ഈ സൂറത്ത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച, അല്ലാഹു തആല ആദരിച്ച ഒന്നിനെ പരിഹസിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പകരം പറഞ്ഞെങ്കിൽ അല്ലാഹു തആല ആദരിച്ചതിനെ പരിഹസിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരികളായിട്ടുള്ള ഉലമാക്കൾ ഇന്നും നമ്മുടെ നാടുകളിലുണ്ട്. അവരെ നാം വിമർശിക്കരുത്. അവർ ഇൽമുമായി നടക്കുന്നവരാണ്, അവരെ നാം പരിഹസിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പിടിച്ചുകൂടെയും കേട്ടോ. അത് തന്നെയല്ലേ റസാനത്ത് പാടിയില്ലേ, ലാ തഉതബൻ അഹദുൻ ഫളിലൻ അനിൽ ഇൽമി വലൗ ബിസഹ്വിൻ ലിമാ ഫി ലഹ്മിഹിം ദുഅഫു. നീ ആരെയും ഇബത്ത് പറയണ്ട കേട്ടോ, നീ ആരെയും ഇബത്ത് പറയണ്ട. പ്രത്യേകിച്ച് നീ ആലിമീങ്ങളെ പരിഹസിക്കാൻ പോണ്ട. മറന്നിട്ടാണെങ്കിലും അവരെ നേർക്ക് നീ എതിർക്കാൻ പോണ്ട. കാരണം എന്താ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ മജ്ജയിൽ, അവരുടെ രക്തത്തിൽ വിഷമുണ്ട്. ആ വിഷം നിന്റെ ഉള്ളിലേക്ക് കടന്നാൽ അത് നിനക്ക് തന്നെയാണ് ബാധിക്കുക. ഈ കാലഘട്ടത്ത് മറ്റുള്ളവരെ കക്ഷി രാഷ്ട്രീയം തിരിഞ്ഞു മറ്റു എതിർപ്പുകളും വെച്ചുകൊണ്ട് പറയുന്ന ആളുകളൊന്ന് സൂക്ഷിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അല്ലാഹു തആല അതിന് പകരം നൽകുമെന്ന് ഓർക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഹതഭാഗ്യരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ആദരിച്ച് ബഹുമാനിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീഖും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.